അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മലബാർ സ്നാക്കായ എലാഞ്ചിയാണ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണിത്. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് ഇതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 1 കപ്പ് മൈദാമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ടാണ് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനുള്ളത്. ഒരുപാട് കട്ടിയായിക്കൂടാ. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തതിന് ശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കി എടുക്കുന്നത്. 2 നേന്ത്രപ്പഴമാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഇട്ട് കൊടുത്തൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് ഒരുവിധം റെഡിയായി വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് കുറച്ച് മുന്തിരിങ്ങയും കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നൊരുവിധം കുക്കായി വരുമ്പോഴത്തേക്ക് ഇനി ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്ന തേങ്ങയാണ്. ഒരു തേങ്ങയുടെ പകുതി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ കൂട്ടിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഒന്ന് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മൈദയുടെ മിക്സ് എടുത്തതിന് ശേഷം ദോശ പോലെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. ഇതേപോലെ വേണം ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാനായിട്ട്. ഇതെല്ലാം ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സ് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഈ ദോശ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പഴത്തിൻ്റെ കൂട്ട് അതിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നമ്മുടെ എലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പലരും ചിലപ്പം പല രീതിയിലായിരിക്കും തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ അതുപോലെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.